അതായത് ഹരി കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്നില്ല, രാജസ്ഥാനിലെ സീറ്റ് തൽക്കാലം കളഞ്ഞു കുളിക്കാൻ അദ്ദേഹം ഇല്ല എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപേ എ ഷുക്കൂറിന് പരിഗണന ലഭിക്കില്ലേ? കാരണം സാമുദായിക പ്രാതിനിധ്യം അവിടെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരമൊരു പരിഗണന ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തേക്ക് ഷുക്കൂറിന്റെ പേര് ഉയർന്നു വരാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ജിൽസി, അതിനകത്താണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്താനായി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരേണ്ടതുണ്ട്. അത് കണ്ണൂർ വരണം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ വരണം. കണ്ണൂരിൽ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ ഈഴവ പ്രാതിനിധ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അടൂർ പ്രകാശിലേക്ക് മാത്രമായി ചുരുങ്ങും. അത് സ്വാഭാവികമായിട്ടും SNDP പോലുള്ള പ്രസ്ഥാനങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമെന്നൊക്കെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കെ സുധാകരൻ അല്ലെങ്കിൽ അവിടെ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ തന്നെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള നിലപാടിലാണ് KPC നേതൃത്വം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജയന്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനാണ് സാധ്യത. പിന്നെ ബാക്കിയുള്ള ഒരേ ഒരു സീറ്റ് ആലപ്പുഴയാണ്. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരണം, അവിടെ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ അവിടെ എ ഷുക്കൂർ വരാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. പൊതുവെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ, അതായത് കണ്ണൂരിൽ അബ്ദുൾ റഷീദിന്റെ പേര് പരിഗണിക്കുക, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരിക, അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഈ മറ്റു പേരുകളിലേക്ക് ചർച്ചകൾ പോവുക. രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടും PM നിയാസോ നൌഷാദ് അലിയോ ആര്യാടൻ ഷൗക്കത്തോ വയനാട്ടിലേക്ക് വരും. അങ്ങനെ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൽ ജയന്തും നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായേക്കില്ല. പക്ഷെ അതൊക്കെ രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിലുള്ള സാധ്യതകൾ മാത്രമാണ്. എന്തായാലും രാഹുൽ നാളെ അമേരിക്കയിൽ നിന്ന് ഡൽഹിയിൽ തിരിച്ചെത്തും. അദ്ദേഹത്തിന്റെ നിലപാട് നാളെ തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് കരുതുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യം ഇപ്പോഴും വയനാട്ടിനൊപ്പമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജയന്തും എ ഷുക്കൂറും ആലപ്പുഴയിലും കണ്ണൂരിലും സ്ഥാനാർത്ഥികളായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പാനൽ കൈമാറിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ സ്ക്രീനിംഗ് കമ്മിറ്റി അറിയിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം, അതായത് വയനാട്ടിലെ കാര്യം കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ള